ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെറും 2 മിനിറ്റിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം നമ്മളിതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്, എന്നാൽ ഉള്ളിയൊന്നും ചേർക്കാതെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലേൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റും. ഇത് 1-2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ 2 സൈഡും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. വിരുന്നാർ വരുന്ന സമയത്തോ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതുപോലത്തെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലത്തെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.